ബഥനി മലങ്കര സഭയ്ക്ക്, ആഗോള സഭയ്ക്ക്, പൊതുസമൂഹത്തിന് എന്തായിരിക്കുന്നുവോ അത് ദൈവ കൃപയാലാണ്. സ്വർഗത്തിൻ്റെ രക്ഷിക്കുന്ന പദ്ധതിയുടെ രക്ഷാകര ഭാഗമാണ്. നമ്മെ സംബന്ധിച്ച് മിശിഹാ തമ്പുരാൻ ഏർപ്പെടുത്തിയിരിക്കുന്ന ദൈവബന്ധത്തിൻ്റെ വിട്ടുപിരിയാത്ത കണ്ണിയാണ് ചേർത്ത് വച്ചിരിക്കുന്ന ഹൃദയപൂർവമായ ഊഷ്മളതയാണ്. ഇതെല്ലാം ഓർത്ത് നന്ദി പറയുന്നു. മലങ്കര സഭയെ സംബന്ധിച്ച് സഭയുടെ ഈ വളർച്ചയുടെ എല്ലാ കാലത്തും ബഥനി എന്ന ആത്മീയ സങ്കേതം സഭയുടെ ശുശ്രൂഷകളിലും സഭയുടെ എല്ലാ ഘട്ടങ്ങളിലും കൂടെ നിന്നു എന്നുള്ളത് നമുക്ക് വലിയ ആത്മബലമായി, ആത്മീയ സന്തോഷമായി, കരുത്തായി അവശേഷിക്കുന്നു. ഇനിയും എല്ലാ നാളുകളിലും ഈ ആശ്രയം, ഈ ആശ്വാസ ഭവനം കൂടെ ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു സംഭവം മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. 2000-ഓളം ജീസസ് യൂത്ത് അംഗങ്ങൾ ധ്യാനത്തിൽ സംബന്ധിച്ചു. ധ്യാനത്തിന് വളരെയേറെ മുന്നൊരുക്കം നടത്തിയ ഒരു മകൾ ആൻ, ഈ ധ്യാനത്തിൻ്റെ 2-ാം ദിവസം അവളുടെ അപ്പൻ ഒരു വാഹന അപകടത്തിൽ മരിച്ചു. സംഘാടകർക്കും എല്ലാവർക്കും വലിയ ക്ലേശമുണ്ടാക്കിയ ഒരനുഭവമാണ്. തിരുവനന്തപുരത്ത് അഭിയന്യ സൂസേപ്പാക്യം പിതാവിൻ്റെ ഇടവകയിലെ മകളാണ്. ആൻ കോളേജ് പഠനമൊക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ്. ഈ മകൾ ജീസസ് യൂത്തിൻ്റെ സജീവയായ പ്രവർത്തകയാണ്. അപ്പൻ്റെ മരണവാർത്ത അറിഞ്ഞ് അവൾ വീട്ടിൽ പോയി. പിറ്റേ ദിവസം ഈ വാർത്ത അറിഞ്ഞ് ഞങ്ങൾ രാത്രിയിൽ ഈ മകളുടെ വീട്ടിൽ പോയി പ്രാർത്ഥിച്ചു. അവരെ ആശ്വസിപ്പിച്ച് ഞാൻ പോരുമ്പോൾ പറഞ്ഞു, കർത്താവ് നിങ്ങളുടെ കുടുംബത്തെ കൈവിടുകയില്ല മകളെ, യു ബി സ്ട്രോങ്. ആൻ പറഞ്ഞ മറുപടി, പിതാവേ, എനിക്ക് ഒരു സങ്കടവുമില്ല, എൻ്റെ അപ്പ സ്വർഗത്തിലാണെന്ന് എനിക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട്. ദാനിയേൽ പൂർണ്ണത്തിലച്ഛനോട് പറഞ്ഞു, വെച്ചാൽ എനിക്കൊരു അപേക്ഷയുള്ളത്, നാളെ രാവിലെ ധ്യാനത്തിന് വരാൻ അച്ഛൻ എന്നെ അനുവദിക്കണം. ദാനിയേലച്ഛൻ പറഞ്ഞു, ആൻ, നാളെ നീ വരിക മാത്രമല്ല, നീയാണ് സമാപന സന്ദേശം നൽകേണ്ടത്. ഈ ജീസസ് യൂത്തിൻ്റെ ധ്യാനം 2000 മക്കളുടെ ധ്യാനം അവസാനിക്കുമ്പോൾ അതിൻ്റെ സമാപനത്തിൽ ആൻ എന്ന് പറയുന്ന അപ്പൻ തലേ ദിവസം മരിച്ചുപോയ പെൺകുട്ടി അവൾ എല്ലാവരോടുമായിട്ട് പറഞ്ഞു, കർത്താവായ യേശുക്രിസ്തുവുമായുള്ള എൻ്റെ ബന്ധത്തിൽ നിന്ന് ഒരു ശക്തിക്കും എന്നെ വേർപെടുത്താനാവില്ല, എൻ്റെ അപ്പയുടെ മരണത്തിനു പോലും. ഈ ആനിനെ നയിച്ച പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും ഈ സമയത്തും തുടർന്നും സജീവമായി ഈ യേശു ബന്ധത്തിൽ നിലനിർത്തട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.